ഉടൽ കടുകിനൊടു സമമിടത്തുകാൽ മുമ്പിൽ വച്ചുള്ളിൽ കടപ്പാൻ തുടങ്ങും ദശാന്തരേ കഠിനതരമലറിയൊരു രജനിചരിവേഷമായി കാണായിതാശുലങ്കാശ്രീയും തഥാ ഇവിടെ വരുവതിനു പറകെന്തു മൂലം ഭവാനേകനായി ചോരനോ ചൊല്ലു നിൻവാഞ്ചിതം. എന്തെന്തായുധങ്ങൾ! കാഴ്ചയിൽ തന്നെ വീര്യം തെളിയുന്ന രാക്ഷസന്മാർ. ഇവരെയൊക്കെ പിന്തള്ളി എന്റെ മാണ്ട സഹോദരന്മാർ എത്ര പേർക്ക് ഈ നഗരത്തിൽ പ്രവേശിക്കാനാകും? അങ്കദൻ കടക്കും, കുമുദൻ, നീലൻ, സുഗ്രീവൻ, ജാംബവാൻ, മൈദൻ, ദ്വിവിധൻ, പിന്നെ ഈ ഹനുമാൻ. ഇതിലപ്പുറം എത്ര പേർക്ക് ഈ നഗരത്തിൽ പ്രവേശിക്കാനാകും? ഞാനെന്തൊരു വിഡ്ഢി! ശ്രീരാമചന്ദ്ര പ്രഭു മാത്രം മതിയല്ലോ, പിന്നെ വേണമെങ്കിൽ ലക്ഷ്മണകുമാരനും. നീ ആര്? എന്തു കാര്യത്തിന് ലങ്കാപുരിയിൽ വന്നു? സത്യം പറഞ്ഞോ? ജീവനോടെ പോകണമെങ്കിൽ സത്യം പറഞ്ഞോ? ഈ കോട്ടവാതിൽക്കൽ വന്ന് എന്നെ ആക്ഷേപിക്കാൻ നീ ആര്? അതാദ്യം പറയൂ. ഞാനോ? ഞാൻ രാക്ഷസാധിപൻ രാവണന്റെ ആജ്ഞാനുവർത്തി, ആർക്കും ജയിക്കാനാവാത്ത പരാക്രമശാലി. ഞാൻ ലങ്കാശ്രീ, ഈ നഗരത്തെ കാക്കുന്ന കാവൽ ദേവത. അല്ല, ഈ ഞാൻ തന്നെയാണ് ഈ ലങ്കാ നഗരം. ഓ, സന്തോഷം. ഞാൻ വന്നത് മറ്റൊന്നിനുമല്ല, ഈ നഗരങ്ങളൊക്കെ കണ്ട് കൺകുളിരണം. ഇവിടത്തെ കാനനങ്ങളും ഉപവനങ്ങളും മഹാവനങ്ങളും ഒക്കെ കാണണം, അത്രയേ ഉള്ളൂ. ദുർമതി വാനര, നിന്റെ മോഹം അതികേമം. പക്ഷേ എന്നെ ജയിക്കാതെ നിനക്ക് ഈ ഗോപുരവാതിൽ കടക്കാനാവില്ല. അത്രയ്ക്ക് പരുഷമാകാതെ ലങ്കാശ്രീ, ഈ നഗരങ്ങളൊക്കെ കണ്ടിട്ട് വന്ന വഴിയേ ഞാൻ പൊയ്ക്കോളാം. നന്ദി വാനര ശ്രേഷ്ഠ, ഇതെന്റെ ശാപമോക്ഷമാണ്. സത്യലോകത്തെ ഭണ്ഡാര സൂക്ഷിപ്പുകാരിയാണ് ഞാൻ. കൃത്യവിലോപത്തിന് കിട്ടിയ ശാപമാണെന്നെ ഈ ലങ്കാപുര വാതിൽക്കൽ കാവൽക്കാരിയാക്കിയത്. എന്നെങ്കിലും ഒരു വാനരൻ നിന്നെ പരാക്രമം കൊണ്ട് കീഴടക്കിയാൽ അന്ന് നിനക്ക് ശാപമോക്ഷം എന്നാണ് ബ്രഹ്മദേവന്റെ അരുളപ്പാട്. ഇന്നിതാ ആ വരം കൈവന്നിരിക്കുന്നു. എന്നുവെച്ചാൽ നാശം. ദുരാത്മാക്കളായ രാവണനും മറ്റ് രാക്ഷസന്മാർക്കും നീ നിമിത്തം നാശമെടുത്തിരിക്കുന്നു. ചെല്ലു, രാവണ നഗരിയിൽ കടന്ന് ഇഷ്ടം പോലെ നടന്നുകൊള്ളൂ. പതിദേവതയായ സീതാദേവിയെ തിരഞ്ഞുകൊള്ളൂ. ദേവി, സതീരത്നമായ സീതാദേവി എവിടെയുണ്ടെന്ന് അരുളി ചെയ്താലും. ചെല്ലു, രാവണ രാജധാനികളിലും ഉപവനങ്ങളിലും അന്വേഷിക്കൂ, കണ്ടെത്തും. വേണ്ട, കോട്ടവാതിൽ കടന്നു പോകേണ്ട, മതിലുകൾ ചാടിക്കടന്നു പോകാം. ഇതും വേണ്ട, ശത്രുവിന്റെ പരിധിയിലെത്തുമ്പോൾ ഇടതുകാലി വെച്ച് കയറണമെന്നല്ലേ കേൾവി.